പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടത്തേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിത്യജീവൻ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനായി വളരെ ദാഹത്തോടെ ഇരിക്കുന്ന ഓരോ മക്കളെയും തിരുവചനം ഹൃദയത്തിൽ തട്ടി മുട്ടി ദൈവത്തിൻ്റെ ഭക്തന്മാരാക്കി തീർക്കുവാൻ, ദൈവത്തിൻ്റെ ശക്തിയുള്ള മക്കളാക്കി തീർക്കുവാൻ കർത്താവേ, ഈ കടന്നു വരുന്ന നിമിഷങ്ങളിൽ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെ, വലിയ ദാഹത്തോടെ വലിയ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഷാലോൺ ടെലിവിഷൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ കാതോർത്ത് നിൽക്കുന്നത്. ഞാൻ ഈ ക്യാമറയിലൂടെ കാണുന്നതെങ്കിലും ആയിരം ആളുകളുടെ കണ്ണുകൾ, ഹൃദയങ്ങൾ ത്രസിക്കുന്നത്, വികസിക്കുന്നത് എനിക്ക് ഈ ക്യാമറ കണ്ണുകളിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് കർത്താവ് നമ്മോട് പറയാൻ പോകുന്ന ഒരു ചെറിയ ചിന്ത, ഒരു ഭക്തന്റെ 5 ആത്മീയ ദാഹങ്ങളെ കുറിച്ചിട്ടാണ്. കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഇരിപ്പ് തന്നെയാണ് ഒരു ഭക്തന്റെ കൃപ എന്ന് പറയുന്നത്. 31 സങ്കീർത്തനം 19 വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അത് പരസ്യമായി നൽകുന്നു. ആ കർത്താവിൻ്റെ സ്നേഹം ഒന്ന് നോക്കിയേ. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. എന്ത്? ദൈവഭക്തന്മാർക്ക് വിപുലമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, സ്നേഹിക്കാനും സഹായിക്കാനും അനുസരിക്കാനും ക്ഷമിക്കാനും പ്രാർത്ഥിക്കാനും പ്രിയപ്പെട്ടവരെ, വിപുലമായിരിക്കുന്ന കാര്യങ്ങൾ ഓരോ ഭക്തനും അവിടുന്ന് ഒരുക്കി വെച്ചിരിക്കുകയാണ്. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അത് പരസ്യമായി കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേകമായ ആഗ്രഹമുണ്ട്, അഭിലാഷങ്ങളുണ്ട്, നിയോഗങ്ങളുണ്ട്. അത് സാധിപ്പിച്ചു തരാൻ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നുണ്ട്. പ്രിയം നിറഞ്ഞ അപ്പച്ചന്മാരെ, പ്രിയം നിറഞ്ഞ അമ്മച്ചിമാരെ, സഹോദരിമാരെ, ദൈവം കൂടെയുള്ളവർക്ക് മാത്രമേ ഇല്ലായ്മകളിൽ, പോരായ്മകളിൽ തല ഉയർത്തി നിൽക്കാൻ സാധിക്കുക. ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ദൈവിക സാന്നിധ്യമുള്ളവർക്ക് മാത്രമേ നമ്മുടെ കുറവുകൾ ഉണ്ടായാലും, പോരായ്മകൾ ഉണ്ടായാലും, ബാധ്യത ഉണ്ടായാലും, ജീവിത ഭാരമുണ്ടായാലും തല ഉയർത്തി നിൽക്കാൻ സാധിക്കണമെങ്കിൽ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം വേണം. ദൈവം കൂടെയില്ല എങ്കിൽ എന്തെല്ലാം ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. കിട്ടിയവരെ ഓർത്ത് നന്ദി പറയാതെ, കിട്ടാതെ പോയവരെ ഓർത്ത് കിട്ടിയതിന്റെ സന്തോഷം പോലും കളഞ്ഞു കുളിക്കുന്നവരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. കിട്ടിയതിന്റെ സന്തോഷം കൊണ്ട് ദൈവത്തിന്റെ മുമ്പ് സ്തുതിക്കാനോ ദൈവത്തെ ആരാധിക്കാനോ സാധിക്കാതെ ദുഃഖത്തിലും നിരാശയിലും പരാതിയിലും ജീവിക്കുന്നവരുണ്ട്. നമുക്കിന്ന് പരാതി പറയുന്നവരെയല്ല നമുക്ക് ആവശ്യം, പ്രാർത്ഥനാ മനുഷ്യരെയാണ് ഇന്ന് ആവശ്യം. ഈ കാലഘട്ടത്തിൽ, ഈ കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ ഭവനങ്ങളിലിരുന്ന്, ദൈവാലയങ്ങളിലിരുന്ന്, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലിരുന്ന് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നൂറുകണക്കിന് മക്കളെ ഓർത്തുകൊണ്ട്
ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. നമുക്ക് എന്തൊക്കെ ലഭിച്ചാലും നമ്മൾ ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും കൂടുതൽ ചെയ്തു തരുന്നവനാണ് നമ്മുടെ കർത്താവ്. മനുഷ്യന്റെ പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചു കിട്ടിയാലും മനുഷ്യ ഹൃദയം തൃപ്തമാകുന്നില്ല. എപ്പോഴും ഒരു ശൂന്യത, ഈ ഒരു ഇല്ലായ്മ, ഒരു ശൂന്യതാബോധം. എന്തുകൊണ്ടാണ്? ദൈവം ഹൃദയത്തിൽ നിറയാത്തത് കൊണ്ടാണ്. എല്ലാ ഇല്ലായ്മകളിലും എല്ലാ വല്ലായ്മകളിലും ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദി നിറഞ്ഞ ഹൃദയവുമായി നിൽക്കണമെങ്കിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ നിറയണം. മനോഹരമായ ഗാനമില്ലേ, വാവാ യേശുനാഥ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാടി തഴമ്പിച്ച ആ പാട്ട് നമ്മൾ പാടുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിലേക്ക് യേശുവേ വരണമേ എന്ന്. എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ, യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട്, ഞാൻ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുന്നുണ്ടോ? വാവാ യേശുനാഥ എന്ന് ആത്മീയ മാധുരിയിൽ ലയിച്ചുകൊണ്ട് നമ്മൾ പാടുമ്പോൾ യേശു ആഗ്രഹിക്കുന്നുണ്ട് നമ്മളും യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാനായിട്ട്. ഇല്ലായ്മകളെ നികത്തുന്ന ദൈവീകമായ ശക്തിയാണ്, ദൈവിക സാന്നിധ്യമാണ് ഈശോ. ഒരുപക്ഷേ നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടേക്കാം, നമ്മുടെ അത്യാവശ്യങ്ങൾ പോലും കിട്ടണമെന്ന് നിർബന്ധമില്ല, അകാരണമായി നമ്മെ വേദനിപ്പിക്കപ്പെട്ടേക്കാം, അപ്രതീക്ഷിതമായി ചില നാശനഷ്ടങ്ങൾ, ചില സംഭവ വികാസങ്ങൾ എൻ്റെ ഹൃദയത്തിലും എൻ്റെ കുടുംബത്തിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലും സംഭവിച്ചു എന്ന് വന്നേക്കാം. ദൈവത്താൽ നിറയപ്പെട്ടവർക്ക് അവയെല്ലാം ശാന്തമായിട്ട് നേരിടാനായിട്ട് സാധിക്കും. ഉള്ളിൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് ദൈവിക ശക്തി നമ്മോട് പറയുന്നുണ്ട്, മോനെ മോനെ തളരരുത്, കരുത്താർജിക്കുക. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. കാരണം ഒരു വലിയ ശക്തി, ഒരു ആത്മീയമായ അഭിഷേകം, ഒരു ആത്മീയമായ ചൈതന്യം ഉള്ളിലിരുന്നു കൊണ്ട് നാം എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യിക്കുന്നുണ്ട്, പ്രവർത്തന നിരതമാക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എന്നിൽ നിറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, യേശുവിൻ്റെ ജനനത്തോടെ വെറും ഒരു കാലിത്തൊഴുത്ത് ദൈവാലയമായി മാറിയില്ലേ? യെസ്. യേശുവിനെ വഹിച്ച ആ കഴുത പോലും ബഹുമാനിക്കപ്പെട്ടില്ലേ? യെസ്. യേശുവിന്റെ വരവോടെ പച്ചവെള്ളം പോലും നിറവും രുചിയും മണവും വീര്യമുള്ളതായി തീർന്നില്ലേ? യെസ്. എന്തുകൊണ്ടാണ് മക്കൾ ഇത് സംഭവിച്ചത്? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ശൂന്യതയിൽ നിറവായി കടന്നു വരികയാണ്. ഒരു നിസ്സാരമായ കാര്യത്തെ മഹത്തരമാക്കി തീർക്കാൻ, ദൈവോന്മുഖമാക്കി തീർക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ ശക്തിപ്പെടുത്തുകയാണ്. നമ്മുടെ സൗകര്യങ്ങളിലും അസൗകര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും അനുകൂലങ്ങളിലും ദൈവഭക്തർക്ക് അത് പ്രശ്നമല്ല. സൗകര്യങ്ങൾ ഉണ്ടായാലും അസൗകര്യങ്ങൾ ഉണ്ടായാലും അതിനെ അവഗണിക്കാനായിട്ട് അവയെല്ലാം ദൈവത്തിന്റെ സമ്മാനങ്ങളായി, ദാനങ്ങളായി കാണുവാൻ ദൈവഭക്തർക്ക് സാധിക്കും. രോഗമായിക്കൊള്ളട്ടെ, സൗഖ്യമായിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ചൈതന്യം ആ രോഗത്തിലും ആ സൗഖ്യത്തിലും ദൈവഭക്തർ അനുഭവിക്കുകയാണ്. ചിലപ്പോൾ വാനോളം ഉയർത്തിയെന്ന് വന്നേക്കാം, ചിലപ്പോൾ പാതാളത്തോളം ചവിട്ടി താഴ്ത്തിയെന്ന് വന്നേക്കാം. അപ്പോഴും
അവരുടെ ഹൃദയത്തിലെ ആനന്ദം ആർക്കും ചോർന്നു കൊണ്ടുപോകുവാൻ സാധ്യമല്ല. ഇത് ബാഹ്യലോകത്ത് നിന്ന് കിട്ടുന്ന ഒരു ചൈതന്യമല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ഒരു ശക്തിവിശേഷമാണ്. ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഒരു ദൈവഭക്തന്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഈശോയെ നഷ്ടപ്പെടുക അതുമാത്രമാണ്. എത്ര വലിയ കഷ്ടപ്പാടുണ്ടായാലും, എത്ര വലിയ വേദനയുണ്ടായാലും, വിശുദ്ധാത്മാക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അവർ ആനന്ദം അനുഭവിക്കുകയാണ്. കടം കയറി വീട് ജപ്തിയാകുന്നതിന് മുൻപ് വിശുദ്ധ യൂപ്രാസി അമ്മ കോൺവെന്റിൽ ഇരുന്നു കൊണ്ട് വീട്ടുകാർക്ക് ഇങ്ങനെ എഴുതിയത് ഞാൻ വായിച്ചു. മകളെ, പണം അല്പം കുറഞ്ഞാലും പുണ്യത്തിൽ കുറവ് വരുത്തരുത്. ഓ, എന്തൊരു ദർശനമല്ലേ! മക്കളെ, പണം അല്പം കുറഞ്ഞാലും പുണ്യത്തിൽ കുറവ് വരുത്തരുത്. വിശുദ്ധ അൽഫോൻസമ്മയും വിശുദ്ധ കൊച്ചുതെരേസ്യയും കുരിശിന്റെ വിശുദ്ധ യോഹന്നാനും നിരവധി വിശുദ്ധ ആത്മാക്കളും ശാരീരികമായ രോഗത്തിന്റെ മുമ്പിൽ, കഴിവുകേടിന്റെ മുമ്പിൽ, ഇല്ലായ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് കരങ്ങൾ കൂപ്പിക്കൊണ്ട് ദൈവമേ, നിന്റെ ബലി ജീവിതത്തിൽ പങ്കുകാരാകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. അവരാണ് യഥാർത്ഥത്തിലുള്ള ദൈവഭക്തന്മാർ എന്ന് പറയുന്നത്. നമ്മൾ 42-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നില്ലേ? നീർച്ചാല് തേടുന്ന മാൻപേടയെ പോലെ, നീർച്ചാല് തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവത്തിന് വേണ്ടി ഒരു ദാഹവും ദൈവത്തിന് വേണ്ടി ഒരു വിശപ്പും സഹിക്കുന്നവരാണ് ദൈവഭക്തന്മാർ. ഈ ദൈവഭക്തന്മാരുടെ 5 ആത്മീയമായിരിക്കുന്ന ദാഹങ്ങളുണ്ട്. 5 ആത്മീയ ദാഹങ്ങളുണ്ട്. 1, സുവിശേഷം അറിയിക്കാനുള്ള ദാഹം. ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടത്, കരങ്ങൾ കൊണ്ട് സ്പർശിച്ചത്, ഹൃദയം കൊണ്ട് ആസ്വദിച്ചതുമായ യേശു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ടുള്ള ദാഹം ദൈവഭക്തന്റെ 1-ാമത്തെ ആഗ്രഹമാണ്. അപ്പസ്തോല പ്രവർത്തനം 23-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ജെറൂസലേമിൽ എന്നെ കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ റോമായിലും നീ എനിക്ക് വേണ്ടി സാക്ഷ്യം നൽകണം. കണ്ടോ, ധാരാളം വചന ശുശ്രൂഷകരും പ്രഘോഷകരും ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയ സാക്ഷ്യ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ജന്മം നൽകിയത്, ദൈവം നമ്മെ വളർത്തിക്കൊണ്ടുവരുന്നത്. എഫെസസ്യർക്കെഴുതിയ എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കുവിൻ. മനുഷ്യന് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി എന്നതുപോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യുവിൻ. ദാസന്മാരായിരിക്കാൻ, കർത്താവിൻ്റെ ദാസന്മാരായി തീർന്നാൽ മാത്രമാണ് ദൈവവേല വളരുകയുള്ളൂ, ശുശ്രൂഷാ കേന്ദ്രങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ. സുവിശേഷം അറിയിക്കാനായിട്ടുള്ള അടങ്ങാത്തൊരു ദാഹം ഓരോ മനുഷ്യ ഹൃദയത്തിലും ദൈവം വെച്ച് പിടിപ്പിച്ച് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു ദൈവഭക്തന്റെ ആഗ്രഹം, ദാഹം എന്ന് പറഞ്ഞാൽ പ്രത്യാശയെക്കുറിച്ച് പറയാനായിട്ടുള്ള ദാഹമാണ്. പ്രത്യാശയെക്കുറിച്ച് പറയാനുള്ള ഒരു ദാഹമാണ്. തീത്തുസിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, ഭരണകർത്താക്കൾക്കും
മറ്റു അധികാരികൾക്കും കീഴ്പ്പെട്ടിരിക്കാനും അനുസരണയുള്ളവരായിരിക്കുവാനും സത്യസന്ധമായി ഏത് ജോലിയും ചെയ്യുവാൻ സന്നദ്ധരായിരിക്കണമെന്ന് നീ ജനത്തെ ഓർമ്മിപ്പിക്കുക. എന്തെല്ലാം കാര്യങ്ങളാണ്? അധികാരികൾക്ക് കീഴ്പ്പെട്ടിരിക്കാൻ, ഏത് ജോലിയും സന്തോഷത്തോടെ ആനന്ദത്തോടെ നിർവഹിക്കാനായിട്ട് തീത്തുസിനെ പൗലോസ്ലീഹ ഉത്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ കഷ്ടങ്ങൾ സഹിച്ച്, വേദന സഹിച്ച്, നിരാശയുമായി കടന്നു വരുമ്പോൾ പ്രത്യാശയുടെ വചനങ്ങൾ അവർക്ക് കൊടുക്കണം. അതൊരു ദൈവ ഭക്തിയുള്ള ഒരാൾക്കാണ് സാധിക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ, ലക്ഷങ്ങൾ കടബാധ്യതയുള്ള ഒരാൾ നിന്റെ മുമ്പിൽ ഒരു അല്പ സ്വാതന്ത്ര്യത്തിന് കടന്നു വരുമ്പോൾ, ഓ താങ്കളൊക്കെ എങ്ങനെയാണോ പിടിച്ചു നിൽക്കുന്നത്, ഞാനൊക്കെയാണെങ്കിൽ പണ്ടേ ചത്തുപോയനെ, ഇങ്ങനെയുള്ള നിരാശപൂർണമായ വാക്കുകൾ പറയരുത്. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശപൂർണമായ വാക്കുകൾ നമ്മുടെ അധരത്തിൽ നിന്ന് പുറപ്പെടുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ദൈവഭക്തിയുള്ളവർക്ക് പ്രത്യാശയെക്കുറിച്ച് പറയാനുള്ള ദാഹം വർദ്ധിപ്പിച്ചു കൊടുക്കും. അത് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലമിലും യൂദയായിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഈ പ്രത്യാശയുടെ വചനം പറയുന്നവർ. മൂന്നാമതായി, ഓരോ ദൈവഭക്തനും സത്പ്രവൃത്തികൾക്കായി ദാഹിക്കും. സത്പ്രവൃത്തികൾ ചെയ്യാനായിട്ട്, വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനായിട്ട്, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായി ജീവിക്കാനായിട്ട്, സഭയിൽ അധിഷ്ഠിതമായി ജീവിക്കാനായിട്ട്, കുടുംബത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനായിട്ട്, സ്നേഹത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനായിട്ട്, ഇതൊക്കെ സത്പ്രവൃത്തികൾ ചെയ്യാനായിട്ടുള്ള ഒരു ദാഹം ദൈവഭക്തനിൽ കൊടുക്കുന്ന നല്ല നല്ല ആഗ്രഹങ്ങളാണ്. എളിമയോടെ പ്രാർത്ഥിക്കാൻ, അനുസരണത്തോടെ പ്രാർത്ഥിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ. അങ്ങനെയാണ് സത്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. സത്കർമ്മങ്ങൾ ചെയ്യുന്ന സംഘങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സത്കൃത്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാൻ ഓരോ കുടുംബങ്ങൾക്കും, ഓരോ സ്ഥാപനങ്ങൾക്കും, ഓരോ ഇടവഴിക്കും കർത്താവെ പ്രേരണ കൊടുക്കണമേ, ഇൻസ്പയർ ചെയ്യണമേ എന്ന് ഈ വിശദമായ നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ചില ഭക്തന്മാർക്ക് ദൈവത്തെ എപ്പോഴും കൺമുമ്പിൽ കാണാൻ സാധിക്കും. കർത്താവിനെ കൺമുമ്പിൽ കാണുന്നത് കൊണ്ടാണ് അവർ സത്പ്രവൃത്തികളിൽ വ്യാപൃതമായി തീർന്ന് ദൈവത്തിൻ്റെ ഹിത അനുവർത്തികളായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേല ചെയ്യാതിരിക്കുന്നത് അതൊരു ബന്ധനമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. നാലാമതായി, യേശുവിന് വേണ്ടി മരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഈശോ പറഞ്ഞില്ലേ, വിളവധികം വേലക്കാരെ ചുരുക്കം, വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ. നമ്മെ നോക്കി ഒരു വലിയ ജനതതി നമ്മെ കാത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു വിശുദ്ധയുടെ ജീവചരിത്രം വായിച്ചു. വിശുദ്ധയായിരിക്കുന്ന യുലേലിയ, 12 വയസ്സേ പ്രായമുള്ളവൾക്ക് യേശുവിനെ ഉപേക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന സമയത്ത് അവൾ പറഞ്ഞു, ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന്. അവളുടെ ശരീരം അടിച്ച് കീറി പൊളിച്ച് അടുപ്പിൽ വെച്ച് ചുട്ട് വേദനിപ്പിച്ചപ്പോഴും കൊല്ലുമ്പോഴും അവർ പറഞ്ഞു, ഈശോയുടെ സ്നേഹത്തെ പ്രതി എൻ്റെ ശരീരത്തിന് ഏൽക്കുന്ന ഈ പീഡകൾ യേശുവിൻ്റെ ചുവന്ന മേലങ്കിയായി തീരട്ടെ എന്ന്. 12 വയസ്സുകാരി ഈ കുഞ്ഞിന് എങ്ങനെ പറയാൻ സാധിക്കുന്നു? യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന്. നൈമിഷികമായ സുഖങ്ങളെക്കാൾ ഉപരി ദൈവജനത്തിന്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്
വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അഞ്ചാമത്തെ ദൈവഭക്തന്റെ ആഗ്രഹമാണ് യേശുവിനെ എതിരേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൈവഭക്തന്റെ ദാഹമാണ്. ഓരോ പ്രഭാതത്തിലും ഓരോ സന്ധ്യാവേളകളിലും ദൈവത്തിൽ ശരണം വെച്ച് ദൈവത്തിൽ മുഴുകി ജീവിച്ചുകൊണ്ട് ദൈവത്തെ എതിരേൽക്കാൻ, യേശുവിനെ എതിരേൽക്കാൻ, രണ്ടാം വരവിനായി ഒരുങ്ങി നിൽക്കാൻ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ, മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, ദൈവജനത്തെ പ്രചോദിപ്പിക്കുവാൻ എത്രയോ മക്കളുടെ പ്രാർത്ഥനകളാണ് ഈ സമയം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഠിനമായ വേദന, കഠിനമായിരിക്കുന്ന രോഗങ്ങൾ കടന്നു വരുമ്പോഴും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവരാജ്യത്തെ കണ്ടുകൊണ്ട്, യേശുവിനെ കണ്ടുകൊണ്ട് സഹിക്കുന്ന സഹന പുത്രന്മാരാണ് തിരുസഭയുടെ അനർഘമായ നിക്ഷേപങ്ങൾ. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യം, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ, വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ തുലോം നിസ്സാരമായി ഞങ്ങൾ കരുതുന്നു. ദൈവഭക്തന്മാരുടെ വാക്യമാണ് കേട്ടത്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടപ്പാടുകൾ തുലോം നിസ്സാരമായി കരുതുന്നു. മക്കളെ, കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി പഠിച്ച് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുക. കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നിന്റെ കഷ്ടപ്പാടുകളിലും ക്ലേശങ്ങളിലും നിന്നെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന ഒരു കർത്താവ്. വചനം ഓർമ്മപ്പെടുത്തുന്നു, ഈ എളിയവർ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു, അവൻ്റെ എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും അവിടുന്ന് അവനെ രക്ഷിച്ചു. ദൈവമേ, നീർച്ചാല് തേടുന്ന മാൻപേടയെപ്പോലെ എൻ്റെ ഹൃദയം അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവത്തിനായുള്ള ഒരു വിശപ്പും ദാഹവും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത സർവ്വമക്കൾക്കും ദാനമായും സമ്മാനമായും കൃപയായും അഭിഷേകമായും നൽകണമേ. ആമേൻ.